ഹലോ. എഞ്ചിനീയർ സാറാ? എന്ത് സാറേ? ഓ ഒന്ന് വീണ് സാറേ. എന്തേ? ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല. കാലിന് ചെറിയൊരു ഇതേ ഉള്ളൂ. സാറിന് ഞാൻ അടുത്ത മാസം 15-ാം തീയതി അല്ലേ ഡേറ്റ് തന്നെ? പിന്നെ ഒരു മാസം മുമ്പ് വിളിച്ചേ. ഓ വീണെന്നറിഞ്ഞിട്ട് വിളിച്ചാണോ? ഇല്ല നട്ടലിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഏയ് ഇനിയിപ്പോൾ അഥവാ പൊട്ടിയ സാറിനൊന്ന് പുതിയ നട്ടലിലോട്ടായി തരും. ഇല്ലല്ല അതൊന്നുമില്ല. ശരി സാർ. സാറേ ഇവിടെ സാറിന് വേറെ തെങ്ങ് കയറാൻ വേണ്ടി വേറെ ആളെ കിട്ടുമെങ്കിൽ സാറ് വിളിച്ചോ. ഈ ഏരിയയിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട്. ആ ഉറപ്പൊക്കെ എനിക്കുണ്ട്. സാറിന് പറ്റുമെങ്കിൽ വേറെ ആളെ വിളി. അല്ല പിന്നെ എന്തെന്നേ. ശരി. പിന്നെ വേറെ ആളെ തെങ്ങ് കയറാൻ വേണ്ടി വിളിക്കാൻ പോണു. എല്ലാരും ഉണ്ടല്ലോ. ഒരു ആശുപത്രിയിൽ രോഗിയെ കാണാൻ വേണ്ടി വരുമ്പോ വെറും കൈയോടെയാണോ പറഞ്ഞേ? വല്ല ഓറഞ്ചോ ആപ്പിളോ ചക്കയോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തോണ്ടല്ല, അതൊന്ന് കഴിച്ചൂടാ. അതല്ലേ? ആർക്ക് കഴിച്ചൂടാ? എനിക്കൊക്കെ കഴിക്കാം. അപ്പോ ഡോക്ടറൊന്നും പറഞ്ഞില്ലേ എന്നോട്? ഡോക്ടർ ഇപ്പൊ വന്നിട്ട് പോയല്ലേ ഉള്ളൂ. കാലിന് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ ഇത് അഴിക്കാൻ നടക്കാമെന്നും പറഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അത് വഴി തങ്ങൂല. നിങ്ങളെല്ലാരും കൂടെ കയറി ഇങ്ങോട്ട് വന്നില്ലേ, വഴിയിലൊന്നും തങ്ങൂല. അല്ല, ഞങ്ങളിപ്പോ ഡോക്ടറെ കണ്ടിട്ടാണ് വരണത്. ഇതൊന്നും മിണ്ടാണ്ടിക്കുണ്ടോ? ഒരു മനുഷ്യ മനസ്സമാധാനത്തോടെ ഇരിക്കണതിന്റെ ഇടയിൽ സമാധാനം കളയാനായിട്ട്. അതിനെന്ത് സമാധാനങ്ങളെ? എന്താണ് കാര്യം? എന്താണ്? ഒന്നുമില്ലടാ. എന്താ പ്രശ്നമുള്ളത്? ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. അല്ല വീട്ടില് ചേട്ടന്റെ ഭാര്യക്ക് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ വിഷമിച്ച. അപ്പോ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടർ ഇത്ര പറഞ്ഞോളൂ, കാലിന് 2 ആഴ്ച കഴിയുമ്പോ അഴിക്കാന്ന് പറഞ്ഞു. അതെയോ? നീയായിട്ട് പറയാൻ നിൽക്കണ്ട സത്യശീല. ഒന്നുമില്ല. എന്നെ കോയക്ക ചുമ്മാ എങ്ങനെയൊന്ന് പറയാതെ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല അനക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ഒന്നും സംഭവിക്കില്ല. നീ പ്രാർത്ഥിച്ചോ അല്ലോണോ? ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് ഞാൻ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ എന്താന്ന് വെച്ചാ പറയും. എന്തായാലും അവ അറിയണം. പറഞ്ഞോളൂ. എന്റെ നട്ടലിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. എന്റെ നട്ടലിൽ ഒരു കുഴപ്പമില്ല. അതാണ്ട അതെ, കാഴ്ചക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ ക്രമേണ നുറുങ്ങി പൊടിഞ്ഞു പോകുന്ന ഡോക്ടർ പറഞ്ഞു. പതുക്കെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന പറഞ്ഞു. തന്മാത്ര എന്ന സിനിമയിലെ മോഹൻലാലിനൊരു അസുഖല്ലേ, നമ്മുടെ ഈ അൽഷിമേഴ്സ്. അതന്നെ, അൽഷിമേഴ്സ്. അതാണ് അത് വരുന്ന പറഞ്ഞത്. ഈ തളരരുത് കേട്ടോ. ഉറുമ്പിങ്ങനെ കടിച്ചു പറിക്കുമ്പോഴും തെങ്ങിന്റെ മുകളിൽ നിന്ന് നാലുകാരം ഇങ്ങനെ പറിച്ചിരുന്ന ആ ഒരു ഉത്സാഹം അന്റെ മരം ഉണ്ടാവണം. അത്ര പെട്ടെന്നൊന്നും നീ മരിക്കില്ല. 6 മാസമെങ്കിലും ഉണ്ടാവും. സത്യശീല ഉണ്ടാവുന്നല്ലേ പറഞ്ഞത് ഡോക്ടർ. കൊയാ, ലോലിതനെ എന്തെങ്കിലും സംഭവിച്ച ലോലിതന്റെ അഭാവം ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് താങ്ങാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്നും മിണ്ടാണ്ടിരിക്കുണ്ടോ? നല്ലോണം പ്രാർത്ഥിച്ചൂടെ എന്നീ വഴി. ലോലിത കരയണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാരും ഉണ്ടാവും. എല്ലാരും എന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഈ സമാധാനത്തിൽ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ. എങ്ങനെ ഞങ്ങള് ഒന്നുകൂടി കണ്ടിട്ട് ഈ കിടന്നുറങ്ങി. ചേട്ടനോട് ചേച്ചിയോട് പറയണ്ട. പറയില്ല. ഈ കരയണ്ട. പറയൂല. അവരെ അറിയിക്കണ്ട. ഇല്ലടാ, ഈ കിടന്നോ. പറഞ്ഞില്ല പറയണ്ട. എന്നോട് അല്ല, എന്തായാലും അറിയണ്ടേ. ഞങ്ങള് പറയില്ല. മനസ്സിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴേ പോയാലോ? എന്റെ മനസ്സിങ്ങനെ പിടിച്ചു നിർത്ത്.
ഇങ്ങനെ ഡോക്ടർ കണ്ട വല്ലതും ഈ ചിരിക്കണതേ ഞങ്ങള് കണ്ടിട്ടുള്ളോട്ടാ. കണ്ടോ മനസ്സ് വിഷമിച്ച നട്ടല് വേദനിക്കുന്നു ഡോക്ടർ പറഞ്ഞില്ലേ. ഇളകന്റെ ലോലിത കടന്നു പറഞ്ഞിട്ട് പിന്നെ കടത്ത് ഡോക്ടർ വരുന്നതിന് പോവാ. ഒരു കുഴപ്പമില്ലാത്ത നട്ടല്ലേ കടന്നു. പതുക്കെ കിടക്ക്. അഥവാ എനിക്ക് എന്തെങ്കിലും ഒന്നുമില്ല. എന്ത് വർത്താനായി സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ലേ കിടക്കാൻ. ഒന്നുമില്ല. എനിക്കൊന്നും ഉണ്ടാവില്ല. അല്ലാ അതെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കിടന്നു. എനിക്ക് അവസാനമായിട്ട് ഒരു തെങ്ങിലൂടെ കയറണം. അത് കയറാം. എനിക്ക് ഒരു തേങ്ങ കൂടി ഇടണം. അത് ഇടാ. നീ എന്റെ വീട്ടിൽ വന്നാ മതി. ഇഷ്ടംപോലെ തെങ്ങുണ്ടല്ലോ. മുണ്ടാണ്ടിരിക്കണ്ട. അല്ല തേങ്ങ ഇടണമെന്ന് പറഞ്ഞില്ലേ. തേങ്ങ ഇടുന്നു ഇപ്പൊ. ഇത് ഡോക്ടർ അറിയാട്ടാ ഞങ്ങള് പറഞ്ഞ പറയൂല. ഞങ്ങളിന്ന് പോട്ടെ. ഞാൻ ഉറങ്ങിട്ട് പോയാ മതി. ഞാൻ ഉറങ്ങിട്ട് പോയാ മതി. എപ്പോ വേറെ ഉറങ്ങിക്കൊന്ന